കായംകുളം YMCA ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടത്തി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം YMCAയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലെ വികാരിമാരായ ഫാദർ കോശി മാത്യു, റവറൻ ഷാജി കെ തോമസ്, റവറൻ സഫ്രിൻ ബെനാൻസ്, റവറൻ തോമസ് ചെറുപുഷ്പം, ഫാദർ ഷാജി കുഞ്ഞുമോൻ, റവറൻ മാത്യൂസ് പി ഉമ്മൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. വീടിന്റെ മുറ്റത്ത് ഗ്രഹനാഥനും അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്നോട് പ്രസന്നതയോടെ നിൽക്കുന്നു. തരാനുള്ളത് വാങ്ങിക്കുന്നു. സന്തോഷസൂചകമായി തന്നത് സ്വീകരിച്ചു. ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷസൂചകമായി നമ്മളെ ഭരിക്കുന്നുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക, ഒപ്പം മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുക വളരെ പ്രാധാന്യമറിയിക്കുന്നതായ ഘടകങ്ങൾ. അത്തരത്തിലുള്ള ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുന്ന ആളുകളിലേക്ക് ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ കഴിയുമെന്ന് നാം ചിന്തിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ, പലർക്കുള്ള ക്രിസ്തീയ സഭകൾ, വിശ്വാസികൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഒരു പക്ഷേ വിഘടനം എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകും. അതെല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ടതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മുമ്പ് പന്ത്രണ്ടാണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ YMCAയുടെ തണലിൽ നാം വരുമ്പോൾ ഇതൊരു എക്യുമെനിക്കൽ കൂട്ടായ്മയാണ്. ഈ കായംകുളത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള, അതുപോലെ വളരെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്.
YMCA പ്രസിഡന്റ് KJ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോമസ് പ്രണാല വർഗീസ്, അനിൽ തോമസ് ജോർജ് എന്നിവർ സംസാരിച്ചു. YMCA ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന കായംകുളം നഗരസഭയുടെ 37-ാം വാർഡിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജിനെ പൊന്നാട അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. YMCA, YWCA ക്വയർ, സെന്റ് ആന്റണീസ്, ഷാലോം മാർത്തോമ ദേവാലയങ്ങളിലെ കരോൾ സംഘം, മറ്റ് പ്രമുഖ ഗായകർ എന്നിവരുടെ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. CDNet ന്യൂസ്, കായംകുളം.